ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്ത് പഠിച്ച രണ്ട് ചെറുപ്പക്കാരായ ശാസ്ത്രജ്ഞർ ഈഥർ ഇല്ല എന്ന് കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അവർക്കത് പുറത്തു പറയാനോ ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കാനോ ഒരു സഭയിൽ പറയാനോ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമി മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം എന്ന സങ്കല്പം, അദ്ദേഹം മുന്നോട്ട് വെച്ച ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എങ്ങനെ പ്രകടീകരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. ആദ്യ സ്ഥാനക്കാരനായി ഇരിപ്പുണ്ട് ആ ഭാരതത്തിൻ്റെ ചരിത്രത്തെ തനിക്ക് മുമ്പും പിമ്പും എന്ന് മുറിച്ചു തീർത്ത ആ യുവകേസരി. 1893 ആരും ഒന്ന് പേര് വിളിക്കാൻ പോലുമില്ലാതെ, ഒരാളാലും തിരിച്ചറിയപ്പെടാതെ ഇതുപോലൊരു വലിയ വേദിയുടെ ഏറ്റവും പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് പ്രസംഗിക്കാൻ വിളിച്ച സമയത്തൊക്കെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അത്രമാത്രം ചഞ്ചലിപ്പോടെ, അത്രമാത്രം സഭാ കമ്പത്തോടെ മാറിയിരുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ആ വേദിയുടെ മുൻനിരയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ഠനാളത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സരസ്വതി കടാക്ഷം വിളയാടുന്ന നാവിൽ നിന്നുതിർന്ന അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന ഒരൊറ്റ സംബോധനയിൽ 8000-ഓളം വരുന്ന ജനതതി എഴുന്നേറ്റു നിന്ന് കൈയടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തെ പകുത്തെടുക്കുകയായിരുന്നു. വെറും 30 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ ഒരു പ്രകടനമാണ് ചിക്കാഗോയുടെ ആ വേദിയിൽ കാഴ്ചവെച്ചത്. അതിനു മുമ്പ് ഭാരതത്തിലെമ്പാടും സഞ്ചരിച്ച് ഭാരതത്തെ തിരിച്ചറിഞ്ഞ് ഭാരതത്തിൻ്റെ പാരതന്ത്ര്യത്തിന് എന്താണ് മാർഗം, ആ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ എന്താണ് മാർഗം എന്ന് നമ്മുടെ ശ്രീപാദപ്പാറയിൽ ത്രിവേണി സംഗമത്തിൻ്റെ 3 സാഗരങ്ങളും ഒരുമിച്ച് ചേരുന്ന ആ സംഗമഭൂമിയിലെ പാറക്കെട്ടിൽ 1892 ഡിസംബർ 24, 25, 26 തീയതികളിൽ ജലപാനമില്ലാതെ തപം ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് ഒരു പരിചയവുമില്ലാത്ത, ഒരാളെയും അറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ പോകും എൻ്റെ അമ്മയുടെ കാര്യം നടത്താൻ, എനിക്കതിന് എൻ്റെ ഗുരുനാഥൻ്റെ തുണ മാത്രം മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചു പോയ നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു. മഹാഭാരതത്തിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാനെ വിളിച്ച് ദ്രൗപദി കരയുമ്പോൾ ദ്രൗപദിയുടെ ഒരു കൈ ഭഗവാന് വേണ്ടി കേഴുകയും മറുകൈ തൻ്റെ ഉടുമുണ്ടിൽ പിടിച്ചിരിക്കുകയുമായിരുന്നു. കുറേ വിളിച്ചിട്ടും ഭഗവാൻ വന്നില്ല. പക്ഷേ അവസാനം അവശേഷിക്കുന്ന അല്പവസ്ത്രം പോലും അഴിഞ്ഞു പോകും എന്ന ഭീതി, താൻ പൂർണ്ണനഗ്നിയായി പോകും എന്ന ഭീതി വന്ന സമയത്ത് 2 കൈയും വിട്ട് ഭഗവാനോട് അപേക്ഷിച്ച സമയത്താണ് ഭഗവാൻ അനുഗ്രഹവുമായി എത്തിയത് എന്ന് ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന ആറന്മുള പാർത്ഥസാരഥി, ഞാൻ വിശ്വസിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്താവ്, ഞാൻ വിശ്വസിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൊടുങ്ങല്ലൂരമ്മ, എൻ്റെ മൂകാംബികാദേവി, എൻ്റെ ചോറ്റാനിക്കരയമ്മ, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗ്രാമക്ഷേത്രത്തിലെ നാം ഉപാസിക്കുന്ന മൂർത്തി, അതെൻ്റെ ജീവനും എൻ്റെ കുടുംബത്തിനും എൻ്റെ ശ്വസനത്തിനും എൻ്റെ സ്പന്ദനത്തിനും കൂട്ടായി ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസം വന്നാൽ മാത്രമേ ഈ ഹിന്ദു ഏകത എന്ന ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് വിവേകാനന്ദനിലേക്ക് തിരിച്ചു വരാം. അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എങ്കിലും, കേൾക്കുന്നത് കൂടെയുള്ളത് എങ്കിലും ഒരല്പം കാര്യം, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വിശ്വാസത്തിൻ്റെ കാര്യം തന്നെ. നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനിൽ, അല്ലെ നരേന്ദ്രൻ എന്ന കുട്ടിയിൽ, നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയിൽ വ്യക്തിപരമായി എന്നെ ആകർഷിച്ച
നരേന്ദ്രനെ കുറിച്ച് എന്നെ ആകർഷിച്ചത് എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നരേന്ദ്രൻ്റെ പിന്നാലെ പോയി, ഞാൻ എന്തുകൊണ്ട് ആ നരകേസരിയുടെ പാദസേവ ചെയ്യാൻ തയ്യാറായി എന്നതിന് എനിക്കുള്ള ഉത്തരം നരേന്ദ്രൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി, ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് നിഷേധിയായിരുന്നു എന്നുള്ളതാണ്. എന്തിനേയും ചോദ്യം ചെയ്ത്, എന്തിനേയും ഉരച്ചു നോക്കി, എന്തിനേയും പാകപ്പെടുത്തി തനിക്ക് ബോധ്യം വന്നതിനെ മാത്രം സ്വീകരിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ്. സമകാലീനരായ പണ്ഡിത ശ്രേഷ്ഠരോ അധ്യാപകരോ മുതിർന്നവരോ ഒക്കെ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരാളായിരുന്നില്ല നരേന്ദ്രൻ. നരേന്ദ്രൻ്റെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു, എന്തിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ എന്തിനത് ചെയ്യണം? അമ്മ നാമം ജപിക്കാൻ പറയുന്നു, ഞാൻ എന്തിന് നാമം ജപിക്കണം? എന്തിനെക്കുറിച്ചും ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരത്തെ കണ്ടെത്താനുള്ള അശ്രാന്തമായ പരിശ്രമവും ആ പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരുന്ന ഉത്തരം തനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ ഉത്തരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സുമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടും ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ NCT മെമ്പറായതുകൊണ്ട് തന്നെ B.Ed സ്ഥാപനങ്ങളിൽ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ്. അവിടെയൊക്കെ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കൗമാരക്കാരായ കുട്ടികൾ ഇവിടെയും ഇരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ, എൻ്റെയും ഒക്കെ മക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? നാമം ജപിക്കണം, ജപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അച്ഛനമ്മമാരെ അനുസരിക്കണം, ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? മുതിർന്നവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ മകളെ എഴുന്നേറ്റില്ല എന്ന് വിചാരിച്ച് അയാളുടെ ആയുരാരോഗ്യത്തിനും കുഴപ്പമില്ല, എൻ്റെ ആയുരാരോഗ്യത്തിനും കുഴപ്പമില്ല. എന്താ കുഴപ്പം? അപ്പം നരേന്ദ്രനും ചോദിച്ചിരുന്നു, എന്തിനാണ്? അമ്മ പറയുന്നു ഈശ്വരനുണ്ട്. കോളേജിൽ ചെല്ലുമ്പോൾ അധ്യാപകർ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, അത് ലബോറട്ടറിയിൽ പരിശോധിച്ച് വെളിപ്പെടുത്തപ്പെട്ടിട്ടൊന്നുമില്ല, അതിന് തെളിവുകളില്ല. നരേന്ദ്രൻ്റെ വിദ്യാഭ്യാസം പാശ്ചാത്യമാണ്. 1835 ഭാരതത്തിലെ അടിമ ജനതയെ 1000 ആണ്ടുകളായി അറബികളും മുഗളന്മാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ചവിട്ടി തേച്ചരച്ച് കടന്നുപോയ ഒരു ജനതയെ വീണ്ടും സ്വന്തം കാൽക്കീഴിലിട്ട് ചവിട്ടി തേച്ചെടുക്കാൻ വേണ്ടി, അടിമകളാക്കി നിർത്താൻ വേണ്ടി മെക്കാളെ ചമച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ് നരേന്ദ്രനും വിദ്യാലയത്തിൽ കിട്ടിയത്. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്തിൻ്റെ പിതാവ് ഐസക് ന്യൂട്ടനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഉള്ള ഒരു വിദ്യാഭ്യാസമാണ്. ഐസക് ന്യൂട്ടനാണ് ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഐസക് ന്യൂട്ടനാണ്. 1800-കൾ യൂറോപ്പ് അങ്ങനെയാണ് പോകുന്നത്. ഐസക് ന്യൂട്ടൻ പറയുന്നതിനപ്പുറമില്ല. അപ്പോൾ ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്നൊരു സിദ്ധാന്തം, ഈ പ്രപഞ്ചത്തിൽ ഊർജവും ദ്രവ്യവും ആണ് എന്ന് ഇന്ന് സയൻസ് പറയുമ്പോൾ, ഊർജവും ദ്രവ്യവും ഈഥർ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ സാന്നിധ്യവും ഉണ്ട് എന്ന് ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച ഇൻ്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്ത് പഠിച്ച 2 ചെറുപ്പക്കാരായ ശാസ്ത്രജ്ഞർ ഈഥർ ഇല്ല എന്ന് കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അവർക്കത് പുറത്ത് പറയാനോ
ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കാനോ ഒരു സഭയിൽ പറയാനോ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഐസക് ന്യൂട്ടൻ അത് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം അപ്രമാദിത്വം ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾക്ക്, അതിനെ തുടർന്ന് വരുന്ന ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് കൊടുത്തിരുന്ന യൂറോപ്പിൻ്റെ ചിന്തയുടെ നേർ എതിർ ചിന്ത